പാൻ ലെഫ്റ്റ്, എല്ലാം ഫീൽഡ് വരണം. ബസ് പ്രേം, ഇതൊക്കെ ഫീൽഡ് ഉണ്ടോ അല്ല കുറച്ചുകൂടി മാറ്റണം അങ്ങോട്ട്? വേണ്ട, ഓക്കെ. ഈ പ്രശ്നം നോക്ക് ഇവിടെ എങ്ങനെ? ഓക്കെ ഓക്കെ. ആ സീ ദിസ് വൺ. ലെഫ്റ്റ് ഫ്രണ്ടിലേക്കാ? ആ ഓക്കെ. ഓക്കെ അല്ലേ? പിന്നെ നമസ്കാരം സാർ. നമസ്കാരം. കിഷോർ മൈക്ക് എവിടെയാ ഇരിക്കേണ്ടത്? ഇവിടെ ഇരിക്കാം സാർ. തുടങ്ങാം. One minute. Okay. തുടങ്ങിക്കോളൂ. ചില പതിവ് ചോദ്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുമല്ലോ. പതിവ് ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശരിക്കും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ്, പതിവ് പോലെ ഒരു ബോറൻ അഭിമുഖപഥമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാനും നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു. ഒരാഴ്ച പോയത് അറിഞ്ഞില്ല. എന്നായിരിക്കും പ്രോഗ്രാം ടിവിയിൽ വരിക? ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, വരും താമസിയാതെ. ഏതായാലും അന്ന് പ്രകാശ് ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്താ മോളെ? അതെ, വരാം. എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? സാറ് പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം. അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു. ആ, സാറെന്ത് പറയുന്നു? വരട്ടെ, നമുക്ക് ആലോചിക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? മൂഡ് മാറിയെന്ന് തോന്നുന്നു. ആലോചിക്കാന്ന് പറഞ്ഞില്ലേ, അത് ഇംപ്രൂവ്മെന്റിന്റെ തെളിവാ. കൈസായി ബാബുറാം? പ്രസാദ് ബോംബെയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ ബാബുറാമിന് വലിയ വിഷമമായിരുന്നു. അതെന്താ? അവിടെ ഒരു പെൺകുട്ടിയുമായി റൊമാൻസ്. പക്ഷേ അവസാനം വരെ മനസ്സിൽ വെച്ചേ ഉള്ളൂ, തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല. പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത്? വിവാഹോ? അയ്യോ, എനിക്കൊരു പ്രേമം വല്ലതും? പ്രേമോ? എന്താ ചിരിച്ച്? ഹേയ്, ഒന്നുമില്ല. പറയുന്നേ. കളിയാക്കരുത്. ഇല്ല. ഭാവി വരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ? പക്ഷെ അതിൽ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ്. കളിക്കൊപ്പുകൾ നിറഞ്ഞ ഒരു കൊച്ചുമുറി, ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ, വിൻഡോസിനെല്ലാം വില്ലീസ് കർട്ടനുകൾ. അങ്ങനൊരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. മെറി പോപ്പിൻസിലെ ആ രണ്ട് കുസൃതികളില്ലേ, അതുപോലെ രണ്ടെണ്ണം. ഹലോ പ്രകാശ്. ആ സുമിയ, എന്താ പറയേ? ഒന്നുമില്ല, ഞാനേ ഈ ആഴ്ച വരില്ല കേട്ടോ. എന്താ കാര്യം? നമ്മുടെ മാധവമാമയുടെ മോളില്ലേ സുജ, അവളുടെ എൻഗേജ്മെന്റാ ഞായറാഴ്ച ഇവിടെ വെച്ച്. നിനക്ക് അവരോട് പറ്റില്ലെന്ന് പറയരുതായിരുന്നോ? അവര് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണമെന്ന്. കേൾക്കുന്നുണ്ടോ? ആ, വേറൊന്നുമില്ല. അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ വെക്കുകയാണ്, ഇടയ്ക്ക് വിളിക്കോ? ആ, രാത്രി 10 മണിക്ക് ശേഷം വിളിച്ചാ മതി. ശരി, ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Anything else, madam? Well, I want. Hi, Prakash. ഇരിക്കൂ. പ്രകാശ് കഴിച്ചോ? No. കൃഷ്ണ എന്താ പതിവില്ല റെസ്റ്റോറന്റിലൊക്കെ? ഇന്ന് ഞാൻ എന്റെ കുക്കിംഗ് ക്യാൻസൽ ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുമായിട്ട് സൂവിൽ ചുറ്റിയടിക്കുകയായിരുന്നു. മൃഗങ്ങളെ കാണിക്കാനായിരുന്നു ഈ കുട്ടികളെ കൊണ്ടാ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ പോരായിരുന്നോ? അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നല്ലേ.
ആ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു. പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുക. ആഹാ, അതെന്നെ അടുത്തറിയാത്തോണ്ടുള്ള തെറ്റിദ്ധാരണയാ. അപ്പോ തല്ലിപ്പൊളിയാ? പിന്നല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. ഒരു മട്ട കട്ട്ലറ്റ്, ഒരു ലിംക, പട്ടപൊട്ടിയോ, ഒരു ഐസ്ക്രീം. സാർ ഇപ്പൊ കൊണ്ടുവരാം. തിരിച്ച് വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം. താങ്ക് യു. വെൽക്കം. ഇറങ്ങുന്നില്ലേ? ഇല്ല, ബൈ. ഓക്കെ ദെൻ ബൈ. ആ. ആ എങ്ങനെ? മിസ്റ്റർ പ്രകാശിനെ ഒന്ന് കാണാൻ പറ്റുമോ? പ്രകാശ് ഇന്ന് ലീവാണ്. ഓ, ഞാൻ നാളെ വരാം. ഞാൻ നാളെ വിളിക്കട്ടാ. ദേ ഒന്ന് നിന്നേ. പ്രകാശിനെ അന്വേഷിച്ചു. ആരാന്നാ പറഞ്ഞേ? ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ. മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. പ്രകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നാളെ കണ്ടോളാം. വേറൊന്നും കൊണ്ടല്ല, പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഒന്നും ഇല്ലെന്നേ. അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ. അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം. നമ്പർ 251 ഗാന്ധി നഗർ, 3rd സ്ട്രീറ്റ്. താങ്ക് യു. ആയിക്കോട്ടെ. ഇങ്ങനെ ഒരു കേസ് കിട്ടേണ്ട കാര്യം അവൻ പ്രകാശ് ആ ടവലൊന്ന് എടുത്തു തരൂ. താ. ഹായ് പ്രകാശ്. എന്റെ അമ്മേ. പ്രകാശ്, ആരാ അവിടെ? പ്രകാശ്, പ്രകാശ്, come here. എന്താണ് അമ്മാവ? Who is there? അമ്മാവ, എന്റെ ഫ്രണ്ടാണ് അമ്മാവ. I won't allow anybody here. നിനക്കറിയാൻ പാടില്ലേ? പോകാൻ പറ അവനെ. അമ്മാവ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അമ്മാവൻ. അറിയാതെ വിട്ടുപോയതാ. അറിഞ്ഞോ അറിയാതെയോ ഒരാളും ഈ വീട്ടിൽ വന്നുകൂടാന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? I will shoot him. Where is my gun? എന്റെ തോക്കവിടെ. അമ്മാവ, തോക്കെടുക്കരുത് അമ്മാവ. അമ്മാവ, അവൻ അറിയാതെ വന്ന് പെട്ടുപോയതാ. മേലാണിത് ആവർത്തിക്കില്ല അമ്മാവ. നിന്നോട് ഫസ്റ്റ് വാർണിംഗ് അല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രകാശ്, അമ്മാവ, സാധനങ്ങൾ ഉടക്കരുത്. അമ്മാവ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കും അമ്മാവ. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലെ ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓ ശരി അമ്മാവ. എന്താ പ്രകാശ്? ആരാ? നോക്കി നിൽക്കാതെ പെട്ടെന്ന് കയറ്. അടയ്ക്ക്. ദൈവഭാഗ്യം, വെറും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആരായിരുന്നത്? ആഹാ, അപ്പൊ കഥകളൊന്നും അറിയില്ലല്ലേ? ഇല്ല. പട്ടാളത്തിൽ പോയി വട്ടളകി എന്റെ അമ്മാവൻ. കേട്ടില്ലേ അവിടുത്തെ ബഹളങ്ങള്? 2 ലോഹമായുധങ്ങൾ കണ്ട് ചികിരിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു കാട്ടി. തോക്കുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന അമ്മാവന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ പോലും വിറയ്ക്കും. തലനാരിയുടെ വ്യത്യാസത്തിന് കൃഷ്ണൻ രക്ഷപ്പെട്ടത്. എന്റെ ലൈഫിന്റെ ട്രാജഡിയാണത്. മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം. എന്നെ കാണാൻ ആരും വരുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. 24 മണിക്കൂറും ഫിറ്റ്. പ്രകാശ് എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ കൂടെ ജീവിക്കുന്നത്? എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ. അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ, ഞാൻ വരില്ല. ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ തടിയൻ, മീശയില്ലാത്ത കുള്ളൻ. ആര്, ചാക്കോച്ചനോ? ആ, അയാൾ അഡ്രസ് തന്നുകൊണ്ടാ. എന്റെ പൊന്നെ,
ചാക്കോച്ചൻ പറയുന്നൊന്നും ദൈവത്തോട് വിശ്വസിക്കില്ലേ? ആ, ആ, ഇല്ല. ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ. ഞാൻ കരുതി അതെനിക്കുള്ളതായിരിക്കും. ആ, അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു തരില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ പ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന്? നിങ്ങൾ എന്തിനാ പെണ്ണിനെ ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞേച്ചത്? ആരെ? ആ ദൂരദർശനിൽ അന്വേഷിച്ചൊന്നുമില്ല ഒരു പെണ്ണ്, ആ ഹിന്ദുസ്ഥാനിയുടെ മോള്. ഓഹോ, അപ്പൊ അതാണ് ഹിന്ദുസ്ഥാനിയുടെ മോളല്ലേ? അത് ശരി. വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവണ്ട. ഇതോ? ആ ഇതെന്താന്നാ ഞാൻ ചോദിച്ചത്. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നുലീ വേണ്ടാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഒന്നുലീ വേണ്ടൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ എങ്ങനെ? അത്രയ്ക്കൊന്നും ഇല്ല. അത് പിന്നെ കള്ളച്ചെക്ക, എനിക്ക് നിന്നെ അറിയില്ലേ ചൂട്ടാങ്കി. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക്. ജീവിതത്തിന്റെ താളം തെറ്റി, ഉറക്കം വരണില്ല. ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം വരണ്ട. ദേ ചാക്കോച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ. സൂക്ഷിച്ചു കളിച്ചോ. അനുഭവം ഉള്ളതുകൊണ്ട് പറയണതടാ മോനെ.